എറണാകുളത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രീ മെട്രിക് ഹോസ്റ്റൽ വളപ്പിലെ മരത്തിൽ കയറിയ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടില്ല. നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് പാമ്പിനെ മരക്കൊമ്പിൽ കണ്ടത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പിടികൂടുന്നത് സംബന്ധിച്ച് ചില വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിരീക്ഷണം തുടരുക. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയതിനു ശേഷം പിടികൂടാം എന്നൊരു നിലപാടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ, വിഷ്ണു? നിലവിൽ പാമ്പ് ഇപ്പോഴും ആ മരത്തിന് മുകളിൽ തന്നെ ഇരിക്കുകയാണ്. നേരത്തെ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പാമ്പുള്ളത്. ഏകദേശം ഒരു 5 മണിക്കൂറോളം പിന്നിടുന്നു. രാവിലെ 9:30 ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ സമീപത്തുള്ള വാഗമരത്തിന് മുകളിൽ പാമ്പിനെ കണ്ടെത്തുന്നത്. പിന്നാലെ ഇവിടെ പല ശ്രമങ്ങളും പാമ്പിനെ താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. ആദ്യം ഫയർഫോഴ്സ് എത്തി വാട്ടർ പമ്പ് ചെയ്ത് പാമ്പിനെ അനക്കം തട്ടി നിലത്ത് വീഴുമ്പോൾ പിടികൂടാമെന്ന തീരുമാനത്തിലേക്ക് എത്തി. എന്നാൽ അതത്ര ശാസ്ത്രീയമായ ഒരു നിലപാടല്ല എന്നാണ് വനംവകുപ്പ് സംഘം നിരീക്ഷിച്ചത്. മലയാറ്റൂരിൽ നിന്നുള്ള വനംവകുപ്പ് സംഘം എത്തി. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാമ്പ് നിലത്ത് വീണാൽ പാമ്പിന് അപകട സാധ്യതയുണ്ട്, പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ശ്രമം ഒഴിവാക്കാം എന്ന് വനംവകുപ്പ് വ്യക്തമാക്കി അവർ മടങ്ങുകയും ചെയ്തു. അതോടൊപ്പം വനംവകുപ്പ് പറഞ്ഞത്, സാധാരണഗതിയിൽ ഈ ആളും തിരക്കുമൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഇത്തരം പാമ്പുകൾ, ഈ മലമ്പാമ്പിന്റെ സ്വഭാവം അനുസരിച്ച് അത് താഴേക്ക് വരും. ശബ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന രീതിയാണുള്ളത്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ സ്നേക്ക് റെസ്ക്യൂർ അടക്കമുള്ള ആളുകളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പാമ്പ് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടെത്തി അവിടെ വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ നിയോഗിച്ചിട്ടുമുണ്ട്. വലിയ തിരക്ക് രാവിലെ മുതൽ ഈ പാമ്പിനെ കാണുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ഉണ്ട്. പ്രത്യേകിച്ച് ഇത് നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. എറണാകുളത്തെ ഗാന്ധി പ്രതിമയോട് ചേർന്നുള്ള സ്ഥലമാണ്. നിരന്തരം ഗതാഗത സഞ്ചാരമുള്ള പ്രദേശമാണ്. വലിയ തിരക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആളുകളൊക്കെ വാഹനം നിർത്തി കാഴ്ച ബംഗ്ലാവിൽ എങ്ങനെയാണോ പാമ്പിനെ കാണാൻ നിൽക്കുന്നത് അതുപോലെ ഇവിടെ വന്ന് കാണുകയും ഫോട്ടോയൊക്കെ എടുക്കുകയുണ്ട്. രാവിലെ മുതലുള്ള തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും പാമ്പ് ഇപ്പോഴും അതിന്റെ മുകളിൽ ഇതെല്ലാം കണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. എന്തായാലും ഈ കാടൊക്കെ വൃത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടി ജെ വിനോദ് MLA അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കാടുകളൊക്കെ മാറ്റാനാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. പാമ്പിനെ താഴേക്ക് ഇറങ്ങി, പാമ്പ് സ്വയം താഴെ എപ്പോൾ ഇറങ്ങുന്നോ അപ്പോൾ പിടികൂടാമെന്നാണ് തീരുമാനം. ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.